അമ്മ എന്തൊക്കെയോ സാധനങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ചോദിച്ചോക്കട്ടെ അമ്മ എന്താ പരിപാടി? ഹലോ, ഇപ്പൊ നമ്മൾ 5 ദിവസം ഹോസ്പിറ്റലായിരുന്നു. ഇന്നലെ ഒരു 5-5:30-6 മണിയൊക്കെ ആയി ഡിസ്ചാർജ് ആയി വരുമ്പോ. വൈകുന്നേരം പിന്നെ മോള് ഉറങ്ങുന്നു, മോള് റെസ്റ്റിലാണ്, കുഞ്ഞു ഉറങ്ങുന്നു, രണ്ടാളും കൂടെ ഉറങ്ങുന്നു. അതെ. പിന്നെ അപ്പൊ അമ്മ അവർക്ക് വേണ്ടിട്ട് എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ ഒരുപാട് പറഞ്ഞിരുന്നു. വന്നപ്പോ തന്നെ പറഞ്ഞാണ് എനിക്ക് അതുണ്ടായി കൊടുക്കണം, മോക്ക് പ്രസവം കഴിഞ്ഞു വരട്ടെ, ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി കൊടുക്കണം, അവളുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എനിക്ക് ശരിയാണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനു വേണ്ടി അമ്മേന്റെ ഫസ്റ്റ് പ്രിപ്പറേഷൻ അമ്മയോട് തുടങ്ങിയിരുന്നുണ്ട് അല്ലേ? എന്തമ്മ അത്? അതായത് കുരുമുളക്, ഞങ്ങൾക്ക് രസമല്ല കേട്ടോ, ഒരു കുരുമുളക് കറി തന്നെയാണ് അത്. ഞങ്ങൾക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന കുരുമുളക് കറി. അത് എനിക്ക് എന്റെ അമ്മ തന്നതാണ്. അതുപോലെ തന്നെ എന്റെ മോളെ ആദ്യ പ്രസവത്തിന് ഞാൻ തന്നെ കുരുമുളക് കറി അല്ലേ? കുരുമുളക് കൊണ്ടൊരു കറി ആദ്യ പ്രസവത്തിന് ഞാൻ അത് തന്നെയാണ് കൊടുത്തത്. അതിന്റെ ഒപ്പം നമ്മള് ഉണക്കമീൻ വെച്ച്, പിന്നെ പപ്പടം അല്ലെങ്കിൽ പച്ചക്കറി, എന്തെങ്കിലും പച്ചക്കറിയും കൊടുക്കാം. അപ്പൊ ഇത് അവർക്ക് പിന്നെ വയറ്റിൽ പ്രസവിച്ച് വന്നു കഴിഞ്ഞാൽ വയറ്റിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഗ്യാസ് ട്രബിളിന്റെയും മറ്റേത്, എന്തായാലും അതങ്ങനെ ഉണ്ടാവും. എനിക്ക് അറിയില്ല, അമ്മ ഞങ്ങൾക്ക് തന്നത് അതാണ്. എന്റെ അമ്മ പറയും ഇത് കഴിച്ചിരിക്കണം എന്ന്. അപ്പൊ ഞാനിത് എടുത്തിരിക്കുന്നത് ജീരകം ഇത്രയും കേട്ടോ. ഇത് ഒരു ദിവസത്തിനല്ല, 2-3 ദിവസം എന്തായാലും ഇത് ഉണ്ടാവും. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി കൊടുക്കാം. ജീരകം, ഇത്രയും കുരുമുളക്, ഇതാ ഇത് പുളി, പിന്നെ ഇത്രയും വെളുത്തുള്ളി, ഒരു വറ്റൽമുളക്, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കായം, ഇതിലേക്ക് 1 കഷ്ണം കായം. ഇത് ഇപ്പോഴത്തുള്ളവർ കഴിക്കുന്നൊന്നും അറിയില്ല, എനിക്ക് എന്റെ അമ്മ തന്നതാണ്. അത് എന്റെ മോൾക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് നിർബന്ധം ഞാനിത് കൊടുക്കും. പിന്നെ വൈകുന്നേരം അത് ചോറ് കഴിക്കുകയാണെങ്കിൽ വൈകുന്നേരം കൊടുക്കും. വേണ്ടതെല്ലാം ഞാൻ മരുന്നിന്റെ എല്ലാ സാധനവും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കായവും കുരുമുളകും വെളുത്തുള്ളിയും ജീരകവും പച്ചക്കൊത്തമല്ലിയും പിന്നെ ഉണക്കുരുമുളകും ഇതൊക്കെ വയറ്റിലേക്ക് നല്ല സാധനം എന്നറിയാലോ. പ്രസവിച്ചവർക്ക് കുറെ കൂടി നല്ലതാണ്. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് പെട്ടെന്ന് അങ്ങനെ ചൂട് രസം പോലെ ഒന്നും എടുക്കാൻ പാടില്ല. തിളച്ച് ഒരു നല്ല വേഗണം. അപ്പൊ ഞാനൊക്കെ ഞങ്ങളുടെ നാട്ടിലിരിക്കുമ്പോൾ എന്താ പറയും, ഇവിടെ ആരോ പ്രസവിച്ചിട്ട് തോന്നുന്നു, നല്ല കുരുമുളകിന്റെ മണം തരുന്നു പറയാം. അത്ര നല്ല മണം കിട്ടുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ശർക്കര. 2 ശർക്കര നമ്മൾ വലിയ ഒരു ശർക്കര. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇനി ഇതെല്ലാം ഞാൻ ഒന്നിച്ച് പുളിയും ഇത് കായം തിളച്ച് വരുമ്പോഴേക്കുള്ളൂ. ഇതൊക്കെ കൂടെ നല്ലപോലെ അരച്ചെടുത്തിട്ട് പിന്നെ ലാസ്റ്റ് വറവിടുമ്പോ ഇതുപോലത്തെ 2 മുളക് പൊട്ടിച്ചിട്ട് കുറച്ച് ഉലുവ, ഒരു കറിവേപ്പില, അതൊക്കെ ഇട്ട ശേഷം ഇത് പുളിവെള്ളത്തിൽ നല്ലപോലെ ഇതൊക്കെ അരച്ചതൊക്കെ പുളി ആദ്യം കുറച്ച് പിഴിഞ്ഞെടുക്കും. എന്നിട്ട് ഇതെല്ലാം അരച്ച് എല്ലാം കൂടെ കലക്കിട്ട് അതിലൊരു നല്ലപോലെ കുറേ നേരം ഒരു 20 മിനിറ്റെങ്കിലും തിളയ്ക്കും. എന്നാൽ ഇത് വെന്ത് കിട്ടുള്ളൂ എന്നൊക്കെ അമ്മ പറയാറ്. ഈ സാധനങ്ങളൊക്കെ ഞാൻ മിക്സിയിലിട്ട് അരയ്ക്കാൻ പോവുകയാണെ. നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. കായം ഇട്ടിട്ടില്ല കേട്ടോ, കായം നമ്മൾ കറിയിൽ ഇട്ടാൽ മതി. ഇങ്ങനെയാണ് ഞങ്ങൾ അരച്ചെടുക്കുന്നത്, ഇത്രയും നന്നായിട്ട്. അതിൻ്റെ ഇടയിൽ മോള് വിശന്നിട്ടിരിക്കായിരിക്കും. അപ്പൊ ഒരു 11:30 അപ്പൊ അവൾക്ക് ഇടയിൽ കൊടുക്കുന്നത് മുട്ടയും പാലുമാണ്. ഫാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടായിക്കോട്ടെ. ആ ചട്ടി ചൂടായിട്ടുണ്ട്, ഇത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഇത് അമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശുദ്ധമായ വെളിച്ചെണ്ണയാണ് അല്ലേ? അതെ. അടുത്തെന്താ ഇടാൻ പോന്നെ? ഇങ്ങനെ ഇത് എന്താ ഇടാൻ പോന്നെ? ഉലുവ ഇടുന്നുണ്ട്. ഓക്കെ, ഉലുവ ഏതാണ്ട് ഒരു 1/2 സ്പൂൺ അല്ലേ? 1/2 സ്പൂൺ. ഓക്കെ. ഉലുവ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നു കഴിഞ്ഞു അപ്പൊ 2 വറ്റൽമുളക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, അതിടുന്നുണ്ട്. അതിലേക്ക് കറിവേപ്പില, കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ കറിവേപ്പില ഇട്ടതാണ് കണ്ടത്. ഓക്കെ, ഇനി അത് ഒന്ന് റെഡി ആയി വരട്ടെ. കറിവേപ്പില ഒന്ന് മൂത്ത് വരട്ടെ. നമുക്ക് ഈ പുളിവെള്ളം കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് അരച്ചു വെച്ച മസാല ഇടുന്നുണ്ട്. ഇത്രയുണ്ട് മസാല. അത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പുളിവെള്ളത്തിൽ അരച്ച മസാല ചേർത്ത് ഇതിലേക്ക് ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ കുറച്ചേ ഇടുള്ളൂ, പിന്നെ വേണിച്ച് നമുക്ക് നോക്കിയിട്ടിടാം. അറൗണ്ട് ഒരു 1.5 സ്പൂൺ. പിന്നെ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച കായം കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഇടാം കേട്ടോ. അതിപ്പോ മോൾ അങ്ങനെ കഴിക്കുന്ന അറിയില്ല, അതാണ് ഞാൻ കായം കുറച്ചിരിക്കുന്നത്. എന്താ നീ അടുത്ത പരിപാടി? ചൂട എണ്ണയിലേക്ക് ഇത് ഒഴിക്കാൻ പോകണം. അത് ഒഴിക്കട്ടെ. അരച്ചു വെച്ച മസാലകൾ
പുളിവെള്ളം എല്ലാം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആഹാ. നാട്ടിലാണെങ്കിൽ നമ്മൾ വെക്കുന്നത് മൺചട്ടിയിലാണ്. ഇനിയിപ്പോ എത്ര നേരം തിളക്കണം? ഒരു 10-20 മിനിറ്റ് നന്നായി തിളയ്ക്കണം. തിളച്ചൊന്ന് കുറുകി വരണം. അതോടെ കഴിഞ്ഞോ? കുറുകി വന്ന് അതിൽ ശർക്കരയൊക്കെ ഇട്ട് കൊടുത്താൽ അത് കഴിഞ്ഞിട്ട് വേറെ പരിപാടി. അപ്പൊ നമുക്ക് ഇതിങ്ങനെ വെക്കാല്ലേ? അത് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നോട്ടെ. നല്ലപോലെ കായും എല്ലാം ഇട്ടിട്ടുണ്ട്. നല്ലപോലെ തിളച്ചൊന്ന് വറ്റി വരുമ്പോ ആവശ്യത്തിനുള്ള ശർക്കര ഇട്ട് കൊടുക്കുക. അപ്പൊ അത് എരിവ് അറിയില്ല. ശർക്കര ഇടുമ്പോ അതന്നെ കാണാൻ നല്ല സ്റ്റൈലൊക്കെ ഉണ്ട്. ഈ എന്താണ് മറ്റേ കറിവേപ്പിലയും മുളകും എണ്ണയും ഒക്കെ കൂടെ നല്ല ഭംഗിയായിരുന്നു. കളറും വേറെ കളറില്ല, ബ്രൗൺ. അതെ അതെ. നമ്മളിതൊരു മുളക് ചേർക്കുന്നില്ല, കുരുമുളക് ആയതുകൊണ്ട് അവർക്ക് വയറ്റിലേക്ക് അത്രയും നല്ലതാ ഈ സമയം പ്രസവിച്ച ടൈമില്. ഇനി എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ. അടിപൊളി എടുത്ത് കുറുകി വരട്ടെ. അപ്പൊ നമ്മൾ ഇനി ഏകദേശം 20 മിനിറ്റ്സ് ഇങ്ങനെ എന്താണ് തിളപ്പിച്ചല്ലേ? നല്ലപോലെ തിളച്ച് വരട്ടെ, തിളയ്ക്കാൻ വെക്കുക. ഓക്കെ. അപ്പൊ 15 ദിവസം കഴിഞ്ഞിട്ട് മോൾക്ക് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കും. സിസേറിയനാ മോൾക്ക്. പിന്നെ നമ്മളിപ്പോ തൈലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിലെ മുറിവിലൊക്കെ എണ്ണയാവില്ലേ? ഒരു 15 ദിവസം ആകുമ്പോഴത്തേക്കും മുറിവൊക്കെ ഉണങ്ങും. അപ്പൊ അതിന്റെ മുൻപാണ് ഈ സ്രാവും കുരുമുളക് കറി എല്ലാം കൂട്ടിയിട്ട് നമ്മൾ ചോറ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ പിന്നെ അവൾക്ക് മരുന്ന്, ആ മരുന്നിലേക്ക് തന്നെ ഭക്ഷണ രീതി വേറെ തന്നെ മാറ്റി ഞാൻ കൊടുക്കുന്നുണ്ട്. 15 ദിവസത്തെ ഒരു റെസിപ്പി ആണല്ലോ ഈ കാണുന്നത്. അതെ അതെ അതെ. ഇനിയിപ്പോ ഇവിടെ കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നോക്കാം. നല്ലൊരു യെല്ലോ കളർ, നല്ലൊരു ബ്രൗൺ കളർ, അടിപൊളി സ്മെല്ലും ഉണ്ട് കേട്ടോ. നല്ല തിക്കായില്ലേ ഇത്? തിക്കായി. ഇതിലേക്ക് നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കാം. ഓക്കെ, ശർക്കര ഇടാനുണ്ട്. ഓക്കെ. ഇതോട്ടെ നല്ലപോലെ ഇത് വെന്ത് വന്നു. നല്ലപോലെ വേഗം എന്നാലേ ഡ്രസ് വെച്ചൊരു കൊടുക്കാൻ പറ്റും. അപ്പൊ നല്ല വെന്ത് വരും. അപ്പൊ ഇത് മാറ്റണ്ടേ? തിളച്ചിട്ടുണ്ടല്ലേ? അതെ, നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ഇടാനുള്ളത്? ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം നമുക്ക്. ഓക്കെ, കയ്യിൽ ശർക്കരയും പിടിച്ചാണ് നിൽക്കുന്നത് അല്ലേ? അടുത്ത ഇൻഗ്രീഡിയന്റ് എത്ര ഇടണം? ഞാൻ ഇതിലേക്ക് 4 ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ശർക്കരയ്ക്ക് ഭയങ്കര വലിയ മധുരമൊക്കെ കുറവാ തോന്നുന്നു. രാവിലെ കട്ടുന്ന പക്ഷെ കാപ്പി വെച്ചപ്പോ ഞാൻ കുറെ ഇട്ടു. എത്ര ഇട്ട് കൊടുക്കാം? ഇത് കുറച്ച് അധികം ഇടണം, എന്നാലും മധുരം കിട്ടുള്ളൂ. ഇത് പ്യുവറാണ്. ഓക്കെ, ഇത് ഞാൻ എത്ര ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം കുറച്ച് എരിവുണ്ടെങ്കിൽ മോളൊന്നും കഴിക്കില്ല. എനിക്ക് തോന്നുന്നത് പോരാ തോന്നുന്നു. 2-3 മതിയാവോ? ആണോ? 4 ഇട്ടിട്ടുണ്ട്. നോക്കാം, പോരെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ തീരെ എരിവും മനസ്സിലാവില്ല, കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും. എന്തൊക്കെയോ ടേസ്റ്റ്, സ്മെല്ല് വരുന്നുണ്ട്. വെളുത്തുള്ളി, കായം. എന്തൊക്കെയാ ഇട്ടത് ഇതിനകത്ത്? ഇതില് വെളുത്തുള്ളി, കായം, ചെറിയ ജീരകം, കുരുമുളക്, പിന്നെ പുളി, പിന്നെ ഉലുവ, അങ്ങനെയൊക്കെ എല്ലാം കൂടി എടുത്ത പേസ്റ്റ് പുളിവെള്ളത്തിലിട്ടു. അത് നേരെ നമ്മളിതില് വെളിച്ചെണ്ണയില് എല്ലാ വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് അങ്ങനെ തിളപ്പിച്ചു. കാണാൻ തന്നെ നല്ല ഭംഗി. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഇട്ടിട്ടില്ല. ഒരു മുളക് മാത്രം, അത് അരയ്ക്കുമ്പോ അതിന്റെ കൂടെ ഇട്ടു. ഒരൊറ്റാണ് ചെറുത് മറ്റേ ഉണക്കമുളക് പച്ചക്കൊത്തമ്പിലേക്ക് ഇടുന്നത്. മല്ലിയായിട്ടില്ലാത്ത കാര്യം ഞാൻ പൊടിച്ചത് ഇട്ടു. ഇതൊന്നും കൂടി മൂടി വയ്ക്കാം, ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. ഇത് എത്ര നേരം വേണം സെറ്റ് ആവാൻ? അത് പിന്നെ 5 മിനിറ്റ് മതി. അപ്പോഴത്തേക്കും കറി നല്ല കട്ടിയിലങ്ങ് വന്നത്. ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഡിഷും കൂടെ ഇത് സ്രാവ് ഫ്രൈ. ഇതിലേക്ക് ഞാൻ മറ്റും സാധാ മുളക് പൊടി എടുത്തില്ല, കാശ്മീർ ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. മുളക് തീരെ എരിവ് പറ്റില്ലല്ലോ. പിന്നെ മഞ്ഞള്. മഞ്ഞള് ഇത്രയും വേണം? മഞ്ഞള് മഞ്ഞള് വേണം അതിന്. മീൻ, ഉണക്ക മീനല്ലേ. എത്രയും കറിക്ക് കുറച്ച് മഞ്ഞൾ കൂടുതൽ നല്ലതാ വയറ്റിലേക്ക്. ഇതൊന്ന് നോക്കിയാലോ? ഞാനൊന്ന് തുറന്നു നോക്കട്ടെ എന്തായാലും. ഇതങ്ങോട്ട് നന്നായിട്ട് തിക്കായില്ലേ? അടിപൊളി. ഞാൻ ഈ സ്പൂൺ എന്താ വെച്ചാൽ ഇതിട്ടാൽ മാത്രമല്ല ഇങ്ങനെ കോരി എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ ഇപ്പൊ തന്നെ വേറെ പാത്രത്തിലേക്ക് മാറ്റും കേട്ടോ. കറിയപ്പ നമ്മളുടെ നല്ല തിക്കായി. ഇനിയിപ്പോ ഓരോ ദിവസം ഉപയോഗിച്ച് ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം ഇതുപോലെ ചൂടാക്കിയ ശേഷം കൊടുക്കാം. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ചൂടാക്കിയിട്ട് എടുക്കാം. ചൂടാറ് ഭക്ഷണം കൊടുക്കലില്ല, ചൂടോടെ മാത്രം ഭക്ഷണം കൊടുക്കലില്ല. അതിന്റെ ഇടയിലാണ് ഇതിനുമ്പോ മാർക്കറ്റിലേക്ക് പോയപ്പോ ചെറിയ മീൻ. ഈ സാധനം സാധാരണ കിട്ടാറില്ല, അപ്പൊ കിട്ടിയപ്പോ വാങ്ങിയതാ. അതൊരു പണിയായി. പുഴമീനാ? അത് പുഴമീനാണോന്ന് ചോദിച്ചാല് ഇത് നല്ലൊരു മീനാണ്. ഇത് എന്തായാലും ഇത് കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. കുഞ്ഞു മീൻ വളരെ നല്ലതല്ലേ ഈ മീനൊക്കെ? അത് നമ്മള് കുഞ്ഞിനൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ആ ഡോക്ടർ പറഞ്ഞത് അവന് ചെറിയ മീൻ ഇങ്ങനെയുള്ള ഫിഷ് ഒക്കെ കൊടുത്താൽ മതി എന്നൊക്കെയാണ്. ഇത് എന്താ മീനെന്ന് വെച്ചാ നത്തലയൊന്നും അല്ല കേട്ടോ. ഇത് പ്രത്യേകം കുറച്ച് പണിയുണ്ട്. ഇതൊക്കെ എനിക്ക് പുഴയിലെ ചെറിയ മീനൊക്കെ കിട്ടില്ലേ,
ഇഷ്ടം പോലെ ഉണ്ട്. അതന്നെയാണ് നമ്മുടെ നത്തോലിയില് ഇങ്ങനെ ഇതുണ്ടാവില്ല. നത്തോലി ഏതാണ്ട് ഇത്ര സൈസേ ഉള്ളൂ, പക്ഷെ ഇതിൽ കുറെ വൃത്തിയാക്കാനുണ്ട്. കണ്ടില്ലേ? അങ്ങനല്ലേ. അപ്പൊ അതിന്റെ വേറെ എന്തിനൊരു കുട്ടി ഇവിടെ ഇതൊക്കെ പോക്കാനുണ്ട്. നല്ലപോലെ കത്തി എടുത്തിട്ട് ചിലക്കിയൊക്കെ പോ. ഇതിപ്പോ നമുക്ക് അവിടെ നിന്ന് പുഴയെന്നൊക്കെ കിട്ടുന്ന ചെറിയ മീനൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു മീനാ അത്. പുഴ മീൻ എന്നൊക്കെ പറയുമ്പോൾ അത് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറി വെച്ചാൽ. അപ്പൊ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതൊക്കെ കറി വെക്കാം. അപ്പൊ നമ്മള് കറി റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഉപ്പ് മതിയാന്ന് നോക്കാം, കറിക്ക് ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത്രയും കുരുമുളക് ഇട്ടതല്ലേ, നമുക്ക് എരിവുണ്ടെന്ന് നോക്കാം. ഒട്ടും എരിവില്ല. നമ്മൾ ശർക്കര കറക്റ്റ് ആയിട്ടുണ്ട്, ഉപ്പും കറക്റ്റാണ്. നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്, കറി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അമ്മ ഇത് അവള് കഴിച്ചിട്ടുണ്ടല്ലേ? കഴിഞ്ഞ പ്രസവിച്ചിട്ട് കഴിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയാം. അതെ, അത് അവളോട് ഞാൻ മോനതായുമ്പോ തന്നെ അതിന് മുൻപ് ഞാൻ പറഞ്ഞു, മോളെ ഇത് ഉണ്ടാക്കി തരും അമ്മ കഴിക്കണം എന്ന്. ഇപ്പോഴും ഞാൻ വരുന്ന മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് മോളത് കഴിച്ചിരിക്കണം എന്ന്. പിന്നെ അപ്പൊ അവൾക്ക് വേണ്ടത് എന്നാലും കുറേശ്ശെ കഴിക്കണം, അവൾക്ക് കഴിക്കുള്ളൂ. സ്രാവിന്റെ അടിപൊളി പീസ്. ഇത് മോൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾക്ക് ഓരോ കഷ്ണം എടുക്കാം. അത് കാരണം കുറച്ച് കൂടുതൽ അതൊക്കെ കഴിക്കാം. 2 കഷ്ണം കഴിക്കും. നല്ല ഉപ്പല്ലേ? അല്ലേ? അല്ല, ഉപ്പ് അധികം ഇല്ല. ഇല്ല നല്ല മീനോ ഇല്ല, ഉപ്പ് അധികം. അത് നമ്മളെ മീൻകാരോട് പറഞ്ഞ് കോഴിക്കോട് മാർക്കറ്റിന് മേടിപ്പിച്ചതാ, ബ്രോഞ്ചുകൊണ്ടുവന്നതാ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കഴിക്കാം. എനിക്കാണ് ഇത് ഒരുപാട് ഇഷ്ടമാണ് സ്രാവ് മീന്. ഈ ചെറിയ മീന് കുറച്ച് പൊരിച്ചെടുക്കാം. ഇതിപ്പോ പെട്ടെന്നാവും അല്ലേ? ഇത് പെട്ടെന്നാവും. അല്ല, എണ്ണയുണ്ട്. അങ്ങനെ എണ്ണ വേണ്ട ആവശ്യമില്ല. അധികം എണ്ണയും കൊടുക്കാൻ പാടില്ലല്ലോ. എണ്ണ അങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ. എണ്ണ കൊടുക്കരുത്, അത് എരിവ് കൊടുക്കരുത് അല്ലേ? ഇതൊക്കെ ഡോക്ടർ പറഞ്ഞിരുന്നു. നമുക്ക് പച്ചക്കറിയൊക്കെ വെക്കുമ്പോ കുറച്ച് എണ്ണ ഉപയോഗിക്കുക, കുറച്ച് മുളക് ഉപയോഗിക്കുക. ഒരു പച്ചമുളക് ഞാൻ ഇടുള്ളൂ, ഒരു കഷ്ണം. കൂടുതൽ സ്പൈസി ആവരുത്, കാരണം ഇപ്പൊ സ്പൈസി ആയിട്ട് പിന്നെ മാക്സിമം വേറെ. പിന്നെ മോളെ പാലുടിക്കണ കുഞ്ഞിനും അതൊരു പ്രശ്നമായിട്ട് വരും. അപ്പൊ എരിവ് നല്ല പോലെ കുറയ്ക്കുക. അതുപോലെ തന്നെ അപ്പൊ ചോദിക്കും കുരുമുളക് ഇത്രയും ഇതിൽ എരിവില്ലെന്ന്. ഇല്ല കേട്ടോ, ഒട്ടും എരിവില്ല. അത് കഴിച്ചു നോക്കി തന്നെ അതിന്റെ ടേസ്റ്റ് എന്തെന്ന് അറിയാം. അപ്പൊ മോൾക്ക് കൊടുക്കേണ്ട ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. മോൾക്ക് ഇതുവരെ ഷുഗർ ആയിട്ട് പ്രസവം വരെ ഭക്ഷണം ഒന്നും മര്യാദ കഴിക്കാൻ പറ്റിയിട്ടില്ല. ചോറ് കഴിക്കില്ല. നേരത്തെ വീട്ടിലിട്ടിട്ടുണ്ടായിരുന്നു, മുത്താറി മാത്രമേ കഴിക്കുള്ളൂ. ഇനി വേണം ഓരോന്ന് കഴിച്ചു തുടങ്ങണമെങ്കിൽ. ഒരു 4-5 ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഉറപ്പൊക്കെ കഴിച്ചിട്ടില്ലേ, എന്തോ ഒരു മാതിരി ഉണ്ടാവും കോലം. അല്ലെങ്കിൽ തന്നെ അമ്മ വലിഞ്ഞ പറയണം. 5 ദിവസം ഫുൾ ടൈം ഞങ്ങൾക്ക് ഉറക്കമില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്കിന് ഡോക്ടർമാർ വന്നിട്ട് പിന്നെ കുഞ്ഞ് കരഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ശരിക്കും ഉറങ്ങിയിട്ടേ ഇല്ല. 5 ദിവസം ഒരു റെസ്റ്റും ഇല്ലായിരുന്നു. അതെ, ഒരു റെസ്റ്റ്. എല്ലാവർക്കും നല്ല ക്ഷീണം. അതെ, എല്ലാവർക്കും കൊടുക്കുന്ന ഫുഡ് ചോറ്, സ്രാവ്, പിന്നെ ഒരു മീന്, പപ്പടം, പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ അല്ലേ? അതെ. ഇതുപോലെ മുഴുവൻ ഒന്നും കഴിക്കില്ല. അത് വേണേ കുറച്ച് എടുത്ത് കഴിക്കില്ല, വേണ്ടത് എടുത്തിട്ട് ബാക്കി എടുത്ത് കഴിക്കാലോ. എന്നാ പിന്നെ ശരി.